അരുണാചൽ വരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വേണ്ടി ചേട്ടൻ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് തരാം കേട്ടോ ഉള്ളിലേക്ക്. ഇവിടെ എല്ലാവരും ഇതാ വെത്തില ഇടക്കൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ നമ്മളെ അവിടെ നിൽക്കുന്നാണിട്ട് ഇവിടുന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു. ഇത് കണ്ടോ ഒരു എന്താ പറയുക മെയിൻ ഹൈവേ ബ്രിഡ്ജ്. ഇവിടുത്തെ ക്രിക്കറ്റ് കളിക്കുന്ന നോക്കിക്കേ. ഇതാണ് ഇവിടുത്തെ എൻട്രി ചെയ്യാനുള്ള നമുക്ക് കിട്ടുന്നൊരു കാർഡ്. ഇവിടെയൊക്കെ സാധാരണ ഷോപ്പിനെക്കാട്ടിയും കൂടുതലുള്ളത് മദ്യ ഷോപ്പാണോ. ഇവിടെ ആൾക്കാർ സൈക്കിളൊക്കെ ഓടിക്കും ഹെൽമെറ്റ് വെച്ചോണ്ട്. നമുക്കാണ് സൈക്കിള് എൻട്രി ഇല്ലാത്ത. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉദൽഗുരി എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്താട്ടോ. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ചേട്ടൻ്റെ ഒപ്പം ഞങ്ങൾ എങ്ങനെയെത്തിയെന്ന്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന മുതലാണ് നമ്മുടെ കാഴ്ച തുടങ്ങുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഭൈരവ്കുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭൂട്ടാൻ ബോർഡറിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അരുണാചലിലേക്കാണ്. അപ്പോൾ നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. രാവിലെ തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ. മുട്ടയും ഉരുളക്കിഴങ്ങും അച്ചാറും പിന്നെ സബ്ജിയും എല്ലാം കൂടിയിട്ടുള്ള അടിപൊളി ഫുഡ് ഇതാ ആശിഷ് ഭയ്യുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാനുള്ള പരിപാടിയാണ്. ലാസ്റ്റത്തെ ഫുഡാണിത്. അപ്പോൾ ഇതാ ചേച്ചി ഉണ്ടോ, ചേച്ചി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാവം ഉണ്ടാവും, കുറേ എവിടെയോ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 5 ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേഗം കഴിക്കണ്ടേ? എൻ്റെ വേഗം പോകണം, വേഗം കഴിക്കട്ടെ. ഇവിടെ എല്ലാവരും ഇതാ വെത്തില ഇടക്കൊക്കെ തോന്നും കേട്ടോ. വെത്തില ഇടയ്ക്കും ഇതാ ഇവിടുത്തെ ചേച്ചിമാരൊക്കെയാട്ടോ. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെത്തില ഇടക്കൊക്കെ കഴിക്കും. 5 രൂപ നോക്കിക്കേ. ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇതാട്ടോ. ഇത് ഒരു അടയാളാണെന്ന് പറയുന്നത്. അപ്പം ദിസ് വൺ നെയിം അർണായ്. ഓക്കെ അർണായ് അർണേന്നാട്ടോ പറയുന്നത്. ഓക്കെ ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്. ഓ അച്ഛാ സെ മില. യെസ് ഓഫ് കോഴ്സ്. ഓക്കെ ബൈ. ഓക്കെ ഞാനിതാ ഈ ഒരു സാധനം കിട്ടിയിട്ടാട്ടോ ഇവിടുന്ന് പോകുന്നത്. ഇത് ബോറോ പീപ്പിൾസിൻ്റെ ഒരു അടയാളമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൈരവ്കുണ്ട 30 കിലോമീറ്ററാണ് ഇവിടുന്ന് പോകാനുള്ളത്. അവിടെ എത്തുന്ന പ്രതീക്ഷിക്കുന്നത്. സൈഡിലൊക്കെ നോക്കിക്കേ. അയ്യോ ഞാനിപ്പം പോകായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ കണ്ടോ, പാടങ്ങൾ കാണാൻ പറ്റും. ബേക്കിൽ ഇത് 5 വരുന്നുണ്ടോ. ഒരു ഗ്രാമത്തിൽ കൂടിയാണ് നമ്മളെ യാത്ര. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെറിയ റോഡാണ്. ഇപ്പം വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തൂടെ കേട്ടോ പോകുന്നത്. ചെറിയൊരു ഗ്രാമമാണ്. നോക്കിക്കേ. ഇനിയും നമ്മൾ കുറേ ഗ്രാമങ്ങളൊക്കെ കാണും, ടീ എസ്റ്റേറ്റ് കാണും. അങ്ങനത്തെ ഒരു യാത്രയാണ് മുന്നോട്ടേക്ക്. ഇവിടെ എന്തോ മാർക്കറ്റ് ഏരിയ കേട്ടോ. എനിക്ക് ഫുള്ള് കച്ചവടങ്ങളാണ്. എല്ലാ സാധനം കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും എല്ലാ ഐറ്റംസും ഇവിടെ കാണുന്നുണ്ട്. അയ്യോ വണ്ടി പിടിക്കായിരുന്നു. എനിക്ക് കൺട്രോൾ കിട്ടൂല ഫ്രണ്ടിൻ്റെ. എനിക്ക് പുതിയ തൊപ്പിയൊക്കെ കിട്ടി കേട്ടോ. മറ്റേ ആശിഷ് ഭയ്യ തന്നതാണ് തൊപ്പിയും. അതുപോലെ തന്നെ മറ്റേ സ്കാർഫില്ലേ, ഇവരെ എന്താ പറയുക, ഇവരെ ഒരു ഭാഗത്തിൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കരിമ്പൻ്റെ കൃഷി ചെയ്യുന്ന ഭാഗത്തൂടെ കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ ഉദൽഗുരി എത്താറായി. കുറച്ച് ദൂരം മുമ്പേ ഉദൽഗുരി എത്തും കേട്ടോ. അവിടെ നിന്നാണ് കട്ട് ചെയ്ത് പോകേണ്ടത്. ഇവിടുത്തെ ഒരു ന്യൂസ് റിപ്പോർട്ടർ കേട്ടോ. आपका नाम क्या है? मेरा नाम जुनास बुसमुतारी. मैं टीवी चैनल का रिपोर्टर. ഓക്കെ. നമുക്ക് ഒരു 2 കുപ്പിൻ്റെ അകത്ത് പാല് ചൂടായി കൊണ്ടുവന്നോ വീട്ടിൽ നിന്ന്. താങ്ക് യു സോ മച്ച് ഭയ്യ. നമ്മളിപ്പോൾ ഉദൽഗുരി കേട്ടോ. വാണ്ടറിങ് നോമാഡ്. നമ്മളവിടെ നിന്ന് ഗ്യാസിന് തപ്പി നടക്കായിരുന്നു അല്ലേ. നല്ല ചൂടാട്ടോ. സർ आपका नाम क्या है? मेरा बोलिन मोरान. असम से हूँ. ഓക്കെ. ഇവിടുത്തെ ആൾ തന്നെയാട്ടോ. അപ്പോൾ നമ്മളെ അവിടെ നിൽക്കുന്നാണിട്ട് ഇവിടുന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കടയാണ്. ഞാനിനി ഉദൽഗുരി പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗ്യാസിന് എന്താ പ്രശ്നം? ഇവിടെ ഒന്നും ഗ്യാസ് കിട്ടുന്നില്ല. ഞങ്ങളിനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് അറിയില്ല. എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ നിൽക്കാൻ പോയി. ഇനി വിറകൊക്കെ കത്തിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു തോന്നുന്നു. ഒന്നും കിട്ടില്ല.
അതെ, ആകെ 2 ബ്യൂട്ടൻ ഗ്യാസൊക്കെ കയ്യിലുള്ളൂ. ആ ഗ്യാസും വെച്ചിട്ട് നമുക്കൊരു 6 ദിവസമൊക്കെ എങ്ങനെയെങ്കിലും ഒരു 8 ദിവസമെങ്കിലും മാക്സിമം എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. അത് എങ്ങനെയെങ്കിലും പെട്ടുപോകും. അപ്പോൾ തവാങ്ങിൽ എത്ര ദിവസം എടുത്തിട്ടാണ് എത്തുക, തവാങ് എത്തുമോ ഇല്ലെങ്കിൽ അതിന് മുമ്പ് എവിടെന്നെങ്കിലും വരുമോ അതൊന്നും അറിയില്ല കേട്ടോ. എന്നാൽ നമുക്ക് എവിടെന്നെങ്കിലും ഒന്നും തപ്പിയിട്ട് ഒന്നും കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ പോവാം. ഇതാട്ടോ ഉദൽഗുരി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിൻ്റെ മെയിൻ സ്ഥലം. വലിയ സിറ്റി ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റി ആയിട്ടാണ് കണക്കൂട്ടുന്നത്. നമ്മൾ വന്ന വഴിക്കൊന്നും വലിയ ഒന്നുമില്ല കേട്ടോ. ഇതൊരു വലിയ സിറ്റി തന്നെയാണ്. അങ്ങനെ ഉദൽഗുരി എന്ന് പറഞ്ഞ ടൗണ് കഴിഞ്ഞ കേട്ടോ, ഇവിടുത്തെ ഒരു സിറ്റിയാണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസ് കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യും? ഗ്യാസ് ഇല്ലാണ്ട് എന്ത് കുക്ക് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകണം, കാരണം ഗ്യാസ് ഇല്ല നമ്മളടുത്ത്. ഇനി ഗ്യാസ് എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ചെയ്യണം. ഒപ്പിക്കാൻ കിട്ടൂല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇനി നോക്കി നോക്കാം. ഇനി അരുണാചലിൽ കയറിയിട്ട് നോക്കേണ്ടി വരും. ഇത് കണ്ടോ, ഒരു എന്താ പറയുക, മെയിൻ ഹൈവേ ബ്രിഡ്ജ് പണിയേണ്ടിയിട്ട് ഒരു മണ്ണിക്കൂടി തോട്ടിൽ കൂടിയാട്ടോ പോകുന്നത്. ഫുള്ള് മണ്ണ്. എന്നിട്ട് നമുക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ടയർ ഇങ്ങനെ കുടുങ്ങുക. ഇതുകൊണ്ടോ ഞാൻ വന്ന സൈക്കിളിൽ വന്ന അടയാളാണ് ഈ കാണുന്നത്. ഭയങ്കര സീനാട്ടോ. നേരെ ഭൈരവ് ഗുണ്ടയിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങളങ്ങനെ ഭൈരവ് ഗുണ്ടയിലെ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഭൈരവ് ഗുണ്ടയിലേക്ക് പോകുന്ന റോഡ്. അപ്പോൾ ഇതാ 5 റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്താ റെഡിയാകുന്ന നീ? ശരിക്കും ഇത് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇവിടെ മൂക്കിലിടൂല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഭൈരവ് ഗുണ്ടയിലേക്ക് പോകാട്ടോ. നേരത്തെ കയറിയതാണ്, പിന്നെ ഒന്നും കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു വഴി മാത്രമാണത്. ഇനി ഗ്രാമങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭൈരവ് ഗുണ്ടത്തെ ഇത് മൊത്തം നോക്കിക്കേ, ഇതാട്ടോ റബ്ബറാട്ടോ ഇത് മൊത്തം കാണുന്നത്. ഭൈരവ് ഗുണ്ട പോകുന്ന വഴിക്കുള്ള ഒരു തോട്ടമാണിത്. ഇപ്പുറത്തെ ഭാഗത്തുണ്ട് നോക്കിക്കേ, എന്തോരാ. ഇവിടെയൊക്കെ റബ്ബർ തന്നെയാ കേട്ടോ, എല്ലാ ഭാഗത്തും റബ്ബർ തന്നെ. ഇതൊരു മിനി കേരളമായിരിക്കൊണ്ടിരിക്കുകയാണോ. വീടും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ സെറ്റാവും. ഇതേതോ റിവർ റിസോർട്ട് എന്ന് പറഞ്ഞ് റിസോർട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലാട്ടോ റിസോർട്ട് വരുന്നത്. വലിയത് റിസോർട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെ ആട്ടോ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതോ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ വിളിച്ചിരുന്നെങ്കിൽ നമുക്കും കല്യാണത്തിൽ പങ്കുചേരായിരുന്നു. ഇതൊരു കല്യാണത്തിനൊന്നും കയറിയിട്ടില്ല. ഏതെങ്കിലുമൊക്കെ കല്യാണത്തിന് കയറണമൊക്കെ ഉണ്ട്, പക്ഷെ ആരും വിളിക്കുന്നില്ല. എന്ത് ചെയ്യാനാ? വണ്ടിയൊന്നും ഇല്ല കേട്ടോ, അധികം വണ്ടിയൊന്നും പോകാത്തൊരു വയ്യ. ഇതെനിക്ക് വീടുകൾ മഡിനെ കൊണ്ടാട്ടോ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. വാഴത്തോപ്പാണിത്. വാഴയൊക്കെ നോക്കി കുറച്ച് വീടുകളൊക്കെ കണ്ടോ ഇവിടുത്തെ. ഇവിടെയൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ഒരു വയ്യ കേട്ടോ. ഒരു പയ്യനുണ്ട് സൈക്കിളും കൊണ്ട് വരുന്നു. ഇവിടുത്തെ ചെറിയ കടകളും മനോഹരമായിരിക്കും. ഇവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഹമ്പ്. ഇവിടുത്തെ ക്രിക്കറ്റ് കളിക്കുന്ന നോക്കിക്കേ. പറത്തേക്ക് അടിക്കുന്നേ. ഇത് മറ്റേ കവുങ്ങിൻ്റെ തോട്ടാട്ടോ കാണുന്നേ. നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ ഇല്ലേ. ഗ്രാമ ഭയങ്കര ചെറിയ ഗ്രാമമായിട്ട്. വീട് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് മുളക്കാടാണ് ഈ കാണുന്നത് മുഴുവൻ. പണ്ടിവിടെ മുളക്കാടായിരുന്നു മുഴുവനായിട്ട്. എല്ലാം കട്ട് ചെയ്ത് പോയതാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴിയില്ലേ, ഫുള്ള് ഓരോ ആൾക്കാരുടെ സ്ഥലം കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്നൊക്കെ നല്ല ആൾക്കാരാട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഇവർ ചെറിയ കടകളൊക്കെയാണ്. ഉള്ളിലുള്ള ഗ്രാമം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഏകദേശം കുറച്ചുകൂടി കടകളും വീടുകളും എല്ലാം ഒരു അടിപൊളി സെറ്റപ്പിലാട്ടോ ഉള്ളത്. ഇതൊക്കെ കണ്ടോ, രസമില്ലേ കാണാനായിട്ട്. ഓ ഇത് നോക്കിക്ക്, വയലാട്ടോ. ക്രിക്കറ്റ് കളിക്കുക അവരവിടുന്ന്. കുറേ പിള്ളേരൊക്കെ ഉണ്ട്.
ഇതൊക്കെ ഇവരെ ഗ്രാമങ്ങളാണ്. എന്ത് രസമാണ് കാണാനായിട്ട്, വാഴയും കവുങ്ങൊക്കെ ആയിട്ട്. നമ്മളങ്ങനെ ലാസ്റ്റ് ഭൈരവ്കുണ്ട് നമുക്കുള്ള സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഒരു 4 കിലോമീറ്റർ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭൈരവ്കുണ്ടെത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ ടെൻ്റ് അടിക്കാനുള്ള നോക്കണം. ഒരാളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, അപ്പോൾ അതുവഴിയാണ് ഞങ്ങളിപ്പോൾ അവിടെ ടെൻ്റ് അടിക്കാനുള്ളത് നോക്കുന്നത്. നമ്മളവിടെ എത്താറായപ്പോൾ ഇതാ പുളിയൊക്കെ പറിക്കുന്നതെന്ന് തോന്നുന്നു. എന്തോ ഒരു സാധനം പറിച്ചോണ്ടിരിക്കും, പുളിയാന്ന് തോന്നുന്നു. പിള്ളേർ പുളിയൊക്കെ പറിക്കുന്നുണ്ട്. വീടൊക്കെ നോക്ക്, ചെറിയ ഗ്രാമത്തിൻ്റെ കൂടിയാണ് കേട്ടോ നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഭൈരവ്കുണ്ട് എത്താറായി. ഇന്നലെ അങ്ങനെ ഫൈനലി നമ്മൾ കുറേ സ്ഥലത്തൊക്കെ ടെൻ്റ് അടിക്കാൻ നോക്കി. ഒരു സ്ഥലം ഉണ്ടായിരുന്നു ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് വലിയ ഇതായിട്ട് തോന്നില്ല. ടൗണിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളവിടെ ടെൻ്റ് അടിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രാവിലെ എണീക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ ഭൂട്ടാൻ്റെ ബോർഡർ ആ കാണുന്ന അപ്പുറത്തുള്ള ഈ ഒരു പാലമില്ലേ, ഈ ഒരു പാലം കടന്നിട്ട് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഭൂട്ടാൻ്റെ ബോർഡർ. അന്നേരം ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബിൽഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ടെൻ്റ് അടിച്ചതാണ് കേട്ടോ. ഫുഡൊന്നും കഴിച്ചില്ല, കാരണം ഇവിടെ ഒന്നും ടോയ്ലറ്റൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വേഗം പാക്ക് ചെയ്തിട്ട് ഭൂട്ടാൻ ബോർഡറിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഭൂട്ടാൻ ബോർഡറിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ഇത് കാണുന്നതാണ് അരുണാചലിലേക്ക് കയറുന്നത്. അരുണാചലിലേക്ക് കയറും നമ്മൾ. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നോക്കി കേട്ടോ. അവിടെ കുറേ ആൾക്കാരുണ്ട്. ഹായ്, അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ബേക്കി കാണുന്ന വീട്ടിലത്തെ ആൾക്കാർ തന്നെയാണ്. നമ്മൾ കുറേ സഹായിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഗ്യാസൊക്കെ തീർന്നിട്ട് ഞാൻ ഇവിടുത്തെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്താൽ കേട്ടോ. ഇനി അത് ഫുള്ളായിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. അതായത് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, അത് അങ്ങനത്തെ രീതിയിലുള്ള കയറ്റങ്ങളാണ്. അപ്പോൾ ഗ്യാസൊന്നും ഇല്ലാതാണ് ഞങ്ങൾ പോകുന്നത്. ഇതാ കുപ്പിവെള്ളമൊക്കെ എടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ തിരിച്ച് ഭൈരവ്കുണ്ടയിൽ വന്നതാണ് കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഗ്യാസൊക്കെ തീർന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ. ആ കാർമേഘമൊക്കെ വന്നതുണ്ടോ, നല്ല മഴേൻ്റെ സമയമാണെന്ന് തോന്നുന്നുണ്ട്. മുകളിലൊക്കെ നല്ല സ്നോ ആയിരിക്കും ഈ സമയത്ത്. നമ്മൾ ഈ സമയത്താണ് മുകളിലേക്ക് പോകുന്നത്, അറിയില്ല എന്താവുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര മുന്നോട്ടൊക്കെ തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് ഭൂട്ടാൻ ബോർഡറിലൊന്ന് കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇവിടെയൊക്കെ എന്തോ റിസോർട്ടൊക്കെ ഉണ്ട്, അതുപോലെ എന്തോ ഒരു മൊണാസ്ട്രിയോ എന്തോ ഒന്ന് നിർമ്മിക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ നിന്നാട്ടോ ഭൂട്ടാൻ ബോർഡറിലേക്ക് കട്ട് ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത്. നേരെ പോയാൽ അരുണാചലും, ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭൂട്ടാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെച്ച് കാണാൻ സാധിക്കും. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഭൂട്ടാൻ്റെ ബോർഡർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ് കേട്ടോ. അധികം ഉള്ളിലോട്ടൊന്നും കിടക്കുന്നില്ല. അതായത് നോക്കി നോക്കാം. ഇവിടുന്ന് ലെഫ്റ്റാട്ടോ ഭൈരവ്കുണ്ടയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു ബോർഡറിൻ്റെ സ്ഥലം വരുന്നത്. നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ടേക്ക് കടക്കാൻ പോവാണ്. കയറ്റാട്ടോ. ഇന്ത്യേൻ്റെ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഭൂട്ടാൻ്റെ ഒരു ബൈക്കാട്ടോ. ഇത് ഈ കാണുന്ന ഇടയ്ക്കുള്ള ഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉള്ളതാട്ടോ. എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ നമുക്ക് ഭൂട്ടാൻ ബോർഡർ ക്രോസ് ചെയ്യുന്നതിനും കാണാൻ പറ്റും. അതുപോലത്തെ ഒരു ഗ്രാമമാണിത്. ഇനി ഇവിടുന്ന് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഭൈരവ്കുണ്ട ഈ ബോർഡറിൽ. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നോക്കിക്കണമെങ്കിൽ കാണാൻ പറ്റും. ഓവർടേക്ക് ചെയ്തോ പോട്ടെ. ഇതാട്ടോ ഭൂട്ടാൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ. ഇവിടെ ഉള്ളിൽ കയറാനുള്ള ക്യൂ ആട്ടോ ഇത്. വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. നമ്മൾ വന്ന ബോർഡറിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ കാണുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ വോട്ടർ ഐ ഡിയോ ഇല്ലേ പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. ഇതാണ് നമ്മളെ ഭൂട്ടാൻ ബോർഡറിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ വേണം പോയി നിൽക്കാൻ. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അയച്ചു. എന്തായാലും നമ്മൾ വന്ന് 3ാമത്തെ ബോർഡറാട്ടോ ഇത് ഭൂട്ടാൻ്റെ. പിന്നെ 3ാമത്തെ സ്ഥലത്തേക്കാണ് കയറാൻ പോകുന്നത്. ദൈഫാം എന്നാട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഭൂട്ടാനുള്ള. അങ്ങനെ നമ്മളിതാ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് രാജാവും കുടുംബവും ഇപ്പോഴുള്ള. എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു ഫോട്ടോയും ഇതെല്ലാം കാണാൻ പറ്റും. അതുപോലെ ഇതാണ് ഇവിടുത്തെ എൻട്രി ചെയ്യാനുള്ള നമുക്ക് കിട്ടുന്നൊരു കാർഡ്. ഇതിപ്പോൾ 4ാമത്തെ ബോർഡറിലല്ലേ. നമ്മളങ്ങനെ 4ാമത്തെ ഭൂട്ടാൻ ബോർഡറിലാണ്. അപ്പോൾ പാറമടയിൽ നീ കയറിയില്ലേ, 4ാമത്തെ ഭൂട്ടാൻ ബോർഡറാട്ടോ ഇത്. അങ്ങനെ 4ാമത്തെ ഭൂട്ടാൻ ബോർഡറിലേക്ക് കയറി. അതെ, ഇത് നോക്കിക്കേ, പാറമടയിൽ ഇതിനെക്കാട്ടി നല്ല സെറ്റപ്പായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഭൂട്ടാൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ആകെ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ കാണാൻ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ കാണാനില്ല. കാട് ഏരിയ കേട്ടോ. വേറെ സ്ഥലത്തേക്കൊന്നും പോകാനും പറ്റില്ല. ടിംഫും അങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും ഈ ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ മാത്രമല്ലേ നടക്കുന്നുള്ളൂ, വേറെ ആരും നടക്കുന്നില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ പെട്രോൾ അടിക്കാനാണ് ഈ ഒരു ബോർഡറിൽ കൂടുതൽ ആൾക്കാരും വരുന്നത്. കാരണം ഇവിടെ ഡീസലിന് 66 രൂപയും പെട്രോളിന് 67 രൂപയാണ് അല്ലേ.
അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അതിന് മാത്രമാണ് വരുന്നത്. പിന്നെ കുപ്പിക്ക് വേണ്ടിയിട്ടും അതിനാണ് കൂടുതൽ ആൾക്കാർ ഈ ഒരു ബോർഡറിലേക്കൊക്കെ കയറുന്നത്. പിന്നെ ആസാമിൽ ഒന്നാമത് പൈസ കുറവായതുകൊണ്ട് തന്നെ ആൾക്കാർ മിക്കതും ഇങ്ങോട്ടേക്ക് വരില്ല, ആസാമിൽ തന്നെ കഴിക്കാറാണ് ചെയ്യാറ്. ഇതാണ് കേട്ടോ നമ്മൾ എൻട്രി ചെയ്തപ്പോൾ തന്നെയുള്ള ചെറിയൊരു ടൗൺ ഏരിയ, ചെറിയൊരു കാട് എന്ന ഗ്രാമം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഏരിയ ആണ്. മെയിൻ വലിയ സിറ്റികളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല, കാരണം ഉള്ളിലുള്ള ചെറിയൊരു പ്രദേശം മാത്രമാണിത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ടിംഫോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പോകാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കുറച്ച് ഏരിയ മാത്രം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മൊത്തം കാട് ഏരിയ ആണ്. ഇത് നോക്കിയേ, ഇവരെ ഒരു ടെമ്പിളാട്ടോ, ചെറിയ കാട് ഏരിയ ആയതുകൊണ്ട് തന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയ. ഇതൊക്കെ കടകളൊക്കെ നോക്കിയാൽ പഴയ ഒരു ടൈപ്പില്ലേ, പുതിയ ബിൽഡിംഗ് ആണ് അപ്പുറം കാണുന്നത്. എന്ന് തോന്നുന്നു അഞ്ചു? കൊള്ളാമല്ലേ? നമ്മളൊരു നേപ്പാളിലുള്ള ഭൂട്ടാനുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെയൊക്കെ സാധാരണ ഷോപ്പിനെക്കാട്ടിയും കൂടുതലുള്ളത് മദ്യ ഷോപ്പാണോ. എല്ലാ സ്ഥലത്തും നമുക്ക് മദ്യ ഷോപ്പുകൾ ഇങ്ങനെ കാണാൻ പറ്റും. കാരണം ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ഇവരെ മെയിൻ വരുമാനം അതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടോ ഒരു അപ്പൂപ്പനി ഈ സാധനം കറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ആൾക്കാർ സൈക്കിളൊക്കെ ഓടിക്കും, ഹെൽമെറ്റും വെച്ചുകൊണ്ട്. നമുക്കാണ് സൈക്കിള് എൻട്രി ഇല്ലാത്തത്. ഇത് കണ്ടോ ഫുൾ കാടാണ് അപ്പുറത്തെ ഭാഗമൊക്കെ. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം നീറ്റല്ലാത്ത സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതും, ഇവിടെയൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കും ചപ്പും ചവറും ഒക്കെ കാണാൻ പറ്റും. അത്യാവശ്യം സാധാരണ ആസാമുകാർ പോലെ നോക്കുന്നതിനെക്കാണെങ്കിൽ കുറച്ചും കൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ്. ഇതാ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഈ ഒരു ബിൽഡിങ് നോക്കിക്കേ, രസമില്ലേ? ഭൂട്ടാനിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇനി അരുണാചലിലേക്ക് പോവാണ്. വെള്ളമൊക്കെ കുടിച്ചാ? നേരെ അരുണാചലിലേക്ക് പോവാം. ഉച്ച 1:15 ഇനി എവിടുന്നാണ് പോകുന്നത്? ഈ ഒരു പാലം കടന്നാട്ടോ അരുണാചൽ പ്രദേശ് എത്തുന്നത്. ഇത് ഇപ്പുറം നമ്മൾ ആസാമിലാണുള്ളത്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരുണാചലിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ അരുണാചലിലേക്ക് പോവാണ്. ഇന്ന് എവിടെ നിൽക്കുന്നോ ഒന്നും അറിയില്ല. എനിക്ക് ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. എന്താ ഇറിഗേഷൻ പ്രോജക്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കൂട്ടാൻ വേണ്ടിയാട്ടോ വരുന്നത്. അരുണാചലിൽ കയറിയ പാടെ തന്നെ ഇതാ ഫുള്ള് വൈൻ ഷോപ്പുകളാട്ടോ. ഈ കാണുന്ന ബോർഡറിൻ്റെ സൈഡിലൊക്കെ എല്ലാ സ്ഥലത്തും വൈൻ ഷോപ്പുകളാണ്. നല്ല വില കുറവാണ് ഇവിടെ. അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടത്തേക്ക് ബോർഡറിന് സൈഡിൽ തന്നെ വൈൻ ഷോപ്പൊക്കെ വെച്ചത്. നമ്മളെ പെർമിറ്റൊക്കെ ചോദിക്കുന്ന ആ ഒരു ഭാഗത്താട്ടോ. പെർമിറ്റ് എന്തോ ഇന്നർ ലൈൻ പെർമിറ്റ് എന്തോ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ എത്തിയാൽ അറിയാൻ പറ്റുള്ളൂ. കയറിയ പാടെ നോക്കിക്കോ, ഫുള്ള് ഓഫ് റോഡാട്ടോ. കയറിയ അവിടെ തന്നെ നോക്കിക്കേ, അരുണാചൽ റോഡിൻ്റെ അവസ്ഥ. ഇത് കയറിയ അവിടെ തന്നെ ആട്ടോ ഇത്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന നേരം നല്ല റോഡാന്നാണ് വിചാരിക്കുന്നത്. 4 കിലോമീറ്റർ ആട്ടോ ഓഫ് റോഡാ. നോക്കാലോ. ഈ ഓഫ് റോഡ് തീരുന്നില്ല കേട്ടോ. നമ്മൾ കുറേ നേരമായി വന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തണം, എന്നാലേ നമുക്ക് ഇന്ന് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇത് മൊത്തം കാടാട്ടോ. നോക്കിക്കേ, എന്തോരം വലിയ കാടാ. ഇവിടെ ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ, വീടുണ്ടോ എന്ന് പോലും നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നൊരവസ്ഥ കേട്ടോ. അതുപോലെ ഇതാ ഈ ഒരു ഇതില്ലേ, ഇതിൻ്റെ അപ്പുറത്ത് ഭൂട്ടാനാണ്. ആ വലിയ മലകളൊക്കെ കണ്ടില്ല, ആ ഭാഗത്തൊക്കെ ഭൂട്ടാനാണ് സ്ഥിതി ചെയ്യുന്നത്. 5 ബേക്ക് നീ താഴെ കാണുന്ന വഴിക്കൂടി വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. ഞാൻ അവളെയും കാത്തിങ്ങനെ നിൽക്കുക കേട്ടോ. അരുണാചൽ വരണമെങ്കിൽ എന്ത് വേണം? അതെ, ഇന്നർ ലൈൻ പെർമിറ്റ് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് എത്ര പൈസയാ? 150 rupees. അതെ, അങ്ങനെ ഞങ്ങൾ 2 ഡിസ്ട്രിക്റ്റ് 15 ദിവസം വരെയാണ് ഒന്നിൻ്റെ കാലാവധി. അപ്പം നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, എപ്പം വേണേൽ ഇറങ്ങാം. പിന്നെ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എങ്ങനെ പൊളിക്കല്ലേ? അതെ, ഇന്ന് എവിടെയെങ്കിലുമൊക്കെ നിൽക്കണം. അപ്പോൾ ഇത് വേഗം അവിടെ ചെക്ക് പോസ്റ്റ് കൊണ്ടുപോയി കാണിച്ചിട്ട് വേണം പോകാനായിട്ട്. ആസാമിലല്ല, അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ ഗ്രാമമാട്ടോ ഈ കാണുന്നത്. നമ്മൾ കയറിയാൽ ഇനി ഇവിടുന്ന് നല്ല റോഡ് തുടങ്ങിയിട്ടുണ്ട്. നല്ല റോഡിൽ വേണം പോകാനായിട്ട്. 5 കയറ്റങ്ങളൊക്കെ കയറി തുടങ്ങി. ഇനി ഫുള്ള് കയറ്റങ്ങളാണ് നമുക്ക്. അപ്പോൾ കയറിയില്ലെങ്കിൽ നമ്മുടെ സമയം കുറേ പാഴായും. ഇതുണ്ടോ ഗ്രാമമാണ് ഈ കാണുന്നത്. ഇനി മൊത്തം മലനിരകൾ താണ്ടാൻ വേണ്ടി പോവാ ഞാനും അഞ്ചും കൂടി. അല്ലേ അഞ്ചു? മലകൾ കയറി, കാടുകൾ കയറി. അതെ, എല്ലാവരും ഒരുമിച്ച് വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ മല കയറിയതാ. വേറൊരു സ്ഥലത്തെത്തിയ പോലില്ലേ? അതെ, ഫുള്ള് മാറി. നമ്മളിപ്പോൾ വേറെ ഒരു എന്താ പറയുക, ആസാമിൽ നിന്ന് കയറിയപ്പോൾ തന്നെ മൊത്തം മാറി കേട്ടോ.
മലകൾ കയറി കയറി പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇനി പോവല്ലേ. അതെ, കറക്റ്റ് നമ്മൾ നേപ്പാളിൽ സഞ്ചരിച്ച ആ ഒരു ഫീല് അനുഭൂതിയൊക്കെ നമ്മൾ അരുണാചലിലേക്ക് എത്തിയപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേപ്പാളത്തെ പോലത്തെ കാടല്ലെങ്കിലും നമുക്ക് സന്തോഷമായില്ലേ. മുളയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, മറ്റേ കടുവയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ആൾക്കാർ പറഞ്ഞതാണ്. കടുവയാണോ ഷേരു എന്ന് എന്തിനാ പറയാ? ഷേരു കടുവയല്ലേ? അപ്പം കടുവയാന്ന് തോന്നുന്നുണ്ട്. കടുവയൊക്കെ ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അടിപൊളി. ഫുള്ള് ഫ്ലാഗൊക്കെ ഉള്ളൊരു പുതിയ പാലത്തിന് നമ്മൾ ഇവിടെയാണ് പോകുന്നത്. എല്ലാം ഇനി അടിപൊളി റോഡായിരിക്കും. അങ്ങ് വരെ ഒന്ന് പ്രതീക്ഷിച്ചാട്ടോ പോകുന്നത്. നല്ല രസമുണ്ട് ഇപ്പം പോകാൻ. കയറ്റാണെങ്കിലും അറിയാതെ അങ്ങ് കയറി പോകുന്നുണ്ട് നമ്മൾ, നല്ല സ്മൂത്തായിട്ട്. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുകയാണേ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓഫ് റോഡൊക്കെയാണ്, പഴയ റോഡൊക്കെയാണ്. ബാക്കി എല്ലാ സ്ഥലത്തും റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ആയിട്ട്. ഇതെന്തിനാണെന്നറിയില്ലേ, നമ്മളൊരു പുതിയൊരു പാലത്തിലേക്ക് വന്നാൽ കേട്ടോ. ഇതാണ് പുതിയ പാലം. പഴയ റോഡ് എന്ന് പറയുന്നത് ഇതുവഴി ഇങ്ങനെ പോയിട്ട് അതുവഴി പോകുന്ന കേട്ടോ പഴയ റോഡ് എന്ന് പറയുന്നത്. ഇത് പുതുതായിട്ട് നിർമ്മിച്ചൊരു പാലമാണ് അല്ലേ? അങ്ങനെ നമ്മൾ പുതിയ ബ്രിഡ്ജിൽ കൂടിയാണ് പോകുന്നത്. ഇത് മൊത്തം നിർമ്മിക്കുന്നത് നമ്മളെ BROൻ്റെ ഒക്കെ വിജയ് മാരുതി ബ്രിഡ്ജ്, അതായത് BROനൊക്കെ ഒരു കണക്ഷനാണ്. നമ്മുടെ ആർമി ടീംസ് തന്നെയാണ് ഇങ്ങനത്തെ പാലമൊക്കെ നിർമ്മിക്കുന്നത്. എന്ത് രസമുണ്ടല്ലേ അവിടെ കാണാൻ, അടിപൊളിയാട്ടോ. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒലിക്കും. മറ്റേ മഴക്കാലത്തായിട്ടുണ്ടെങ്കിൽ ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഏത് വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ട്. നോക്കിക്കേ, അങ്ങ് അകലെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ താഴോട്ടേക്കാണ് വരിക. ആസാമിലേക്ക് ഒഴുകുന്ന വെള്ളം കേട്ടോ. അങ്ങനെ തന്നെ ഒഴുകി പോവാണ്. മലകൾ കയറി കയറി ഇതാ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ആളും മനുഷ്യനില്ലാത്ത സ്ഥലം അല്ലേ അഞ്ചു? ഇന്ന് നമുക്കിതാ ഈ ഒരു മലേൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് നിൽക്കാൻ ഏതെങ്കിലും സ്ഥലം കിട്ടുള്ളൂ. അതുപോലെ അങ്ങ് കണ്ടോ, അങ്ങാട്ടോ നാളെ നമുക്ക് പോകേണ്ടി വഴി. ആ കാണുന്ന വഴി എന്ത് ദൂരല്ലേ, കണ്ടിട്ട് പേടിയാന്നുണ്ടോ? വണ്ടികളൊക്കെ അടിച്ചു വിട്ട് വരുന്നുണ്ട്. ऊपर हाँ तवांग तक जा रहे हैं. थैंक यू. എങ്ങനെയുണ്ട്? പക്ഷെ ഇവിടെ കാലിൻ്റെ മസിൽ കയറി. മസിൽ ജിമ്മിൽ പോകാണ്ട് മസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിക്കണ്ട ഇന്ന്, വേഗം പോണം. 3 കിലോമീറ്റർ വേണം. അപ്പൊ നമ്മൾ വിചാരിക്കും 3 കിലോമീറ്ററല്ലേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇതെങ്ങനെ കയറി എന്നെ മണ്ടയ്ക്കെങ്ങാണ്ട് എത്തണം. എന്തായാലും നോക്കാം. ഇത് കയറി 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 റോഡ് നോക്കിക്കേ, വളഞ്ഞു പൊളഞ്ഞു പോന്നെ. അങ്ങ് നാട്ടോ തുടങ്ങുന്ന ആ ഗ്രൗണ്ട് കണ്ടോ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് കയറി കയറി വളഞ്ഞു പൊളഞ്ഞതാ. നമ്മൾ ഇനിയും കയറാനുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ കയറി അങ്ങ് എത്താണ്ട്. ഇതിൻ്റെ മലേൻ്റെ അപ്പുറത്താണ് ഇന്ന് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുക. എവിടെയും ടെൻ്റ് അടിക്കണ്ടേ, അങ്ങോട്ടേക്കാട്ടോ പോകേണ്ടത്. അയ്യോ ചത്തില്ലേ. ഇനി ഇതിനെക്കാട്ടിയും കയറാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 700-800 മീറ്ററിലേക്കാണ് കയറുന്നുള്ളൂ. ഉച്ചക്കല്ലേ ഇറങ്ങിയത് അവിടുന്ന്, അതുകൊണ്ടാണ്. മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ തള്ളിയും ചവിട്ടിയും ഒക്കെ ആയിട്ട് ഇന്ന് നിൽക്കാനുള്ള സ്ഥലം ഇല്ല, അതായത് ആളുകളുള്ള സ്ഥലം എത്താറായി. ഈ ഒരു കയറ്റം കണ്ടു, ഇങ്ങനെ തന്നെ പോയി അങ്ങനെ തന്നെ പോയി അവിടെ നിന്ന് അങ്ങനെ തന്നെ കയറി ഈ ഒരു ഭാഗം പച്ചപ്പ് കാണുന്നുണ്ടാവും. ആ സ്ഥലത്തിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തും എവിടെയും ടെൻ്റ് അടിക്കലേ. അവിടെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അവിടെ നിൽക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ടെൻ്റ് അടിച്ച് നിൽക്കും. വേറൊരു സ്ഥലത്തും പോകാനില്ല നമുക്ക്. അപ്പോൾ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. 5:20 ഫൈനലി നമ്മൾ എത്തിയിരിക്കുക കേട്ടോ. ഇന്ന് നിൽക്കേണ്ട സ്ഥലം നടുവൊക്കെ ഒടിഞ്ഞ് കേട്ടോ. ഇവിടെയാണ് ഇന്ന് നിൽക്കേണ്ടത്. ഇന്ന് നമ്മുടെ അവിടെ ഒരു റൂം കാലിയാണ്. അവിടെ നിൽക്കാമെന്നൊക്കെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിക്ക് ഒരു ചേച്ചിയും. അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടി പോകല്ലേ. ഇവരാട്ടോ നമ്മളെ ഇന്ന് നിൽപ്പിക്കുന്നത്. ഓ ഇറ്റാനഗർ ഇവരാട്ടോ നിൽക്കുന്നത് നമ്മള്. आपका नाम क्या है? मेरा नाम गंबू. आपका नाम क्या है? मेरा नाम सानू. ഇവർ രണ്ടുപേരാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നമ്മൾ ചോദിച്ചപ്പോൾ അല്ലേ, അവിടെ നിന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നിൽപ്പിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയാട്ടോ നമ്മൾ ഇന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അയ്യോ തളർന്നു ഇല്ലേ, തളർന്നൊരവശയായി.
നമുക്ക് ചായൻ്റെ കൂടെ തന്നെ ഇതൊരു സാധനം തന്ന കേട്ടോ. ആ ബുദ്ധിസ്റ്റ് ലോകേന അവരൊരു എന്തോ ഇതുണ്ട് ഫങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ട് ഖാബ്ജി എന്നാട്ടോ ഇതിൻ്റെ പേര്. പ്രസാദ് അവരെ പ്രസാദ് ആട്ടോ ഇത്. ഖാബ്ജി എന്ന് പറയും ഇവരെ ഇതിൻ്റെ അത്. അപ്പോൾ അതാട്ടോ നമുക്ക് ഇപ്പം നമുക്ക് വേണ്ടി ചേട്ടൻ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് തരാം കേട്ടോ ഉള്ളിലേക്ക്. എന്ത് പാവുണ്ടാവും കേട്ടോ. അവരെ വീട് താഴെ കാണുന്നതാണ്. നമുക്ക് മുകളിലിതാ ഒരു സ്ഥലത്ത് ഒരു റൂം പോലത്തെ സെറ്റപ്പ് തന്നെ, അവിടെ ലൈറ്റൊക്കെ വെച്ച് തരാണ്. ഇതിനുള്ളിലാട്ടോ നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഇവിടത്തേക്ക് ലൈറ്റ് ഇറക്കി വെച്ച് തന്നിട്ടുണ്ട്. ഇതൊരു ഇവരെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഗ്യാസൊക്കെ തീർന്നുകൊണ്ട് ഇവരെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ വെറുതെ ഒന്ന് വാട്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് തീർന്നു വന്നപ്പോൾ ഇവർ പറഞ്ഞ് ഇവിടെ ഉണ്ടായിക്കോന്ന്. അങ്ങനെ ഇവിടെ വന്നിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ ആയിട്ട് ഇന്ന് നമ്മൾ കയറി വന്നത് ഈ ഒരു വീട് കണ്ടോ. അതാണ് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ആ ചേട്ടൻ്റെ വീട് എന്ന് പറയുന്നത്. ഇന്നലെ അവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. ഇത് നോക്കിയേ, ഈ ഒരു സ്ഥലത്താട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ഹായ്, ഈ ചേട്ടൻ ഇവിടെ വന്ന കേട്ടോ. ഇതാ ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ചു? നമ്മൾ മാത്രമേ കേട്ടോ ഇവിടെ ഉള്ളൂ. പാവം ചേട്ടൻ നമുക്ക് എല്ലാം ഫുഡൊക്കെ ഇന്നലെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി സാധനമൊക്കെ ഇറക്കി വെച്ചിരിക്കുക കേട്ടോ. ഇത്രയും സാധനം ഇതൊക്കെ നമ്മൾ സൈക്കിളിൽ കൊണ്ടുവന്ന സാധനമാണ്. ഇതൊക്കെ ഇനി താഴോട്ടേക്ക് കൊണ്ടുപോകണം കേട്ടോ. അങ്ങ് കൊണ്ടുപോകണം. നമ്മൾ സൈക്കിൾ ഇതാ ഇവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. ആ ഒരു വീട്ടിലാട്ടോ നിർത്തിയിട്ടിരിക്കുന്നത്. അയ്യോ, ഇനി അങ്ങ് വരെ പോകണം. ഇവർ താമസിക്കുന്ന വീടാട്ടോ ഈ കാണുന്നത്. മറ്റേ നമ്മളെ ഈ ഒരു കേനില്ലേ ഈ മെറ്റലിൻ്റെ, ആ ഒരു കേന് മുറിച്ചിട്ട് പരത്തി പരത്തി അടിച്ചിട്ട് ഇങ്ങനത്തെ വീടുണ്ടാക്കിയിരിക്കുക കേട്ടോ. ഷെഡാണ് ഫുള്ളായിട്ട്. നോക്കിയ ഷീറ്റ് വെച്ച് അടിച്ചടിച്ചടിച്ചാട്ടോ ഈ ഒരു വീട് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത്. എന്താല്ലേ പാവണ്ടാവും. ഇവിടെ കാണുന്ന മിക്ക വീടുകളും അങ്ങനത്തെ കേട്ടോ. ഈ ഒരു വീടാണെങ്കിലും ലേബർ ക്യാമ്പാട്ടോ, സോറി ലേബർ ക്യാമ്പാണ്. അതായത് ഇവർ നേപ്പാളിൽ നിന്ന് വന്നിട്ട് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അപ്പം ഇവർക്കിവിടെ റോഡിൻ്റെ പണിക്കൊക്കെ ഇവരെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പണി ചെയ്യുന്നതിനെ കൊണ്ട് ഇവർക്കിവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ട് അവരത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കാണുന്ന വീടുകളൊക്കെ. സാധനങ്ങൾ മൊത്തം എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. കുറച്ചും കൂടി സാധനം ബാക്കിയുണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ദീദിനോടൊക്കെ ബായ് പറയട്ടെ. ബായ് ദീदी, फिर कभी भी मिलेगा. इस रास्ता में जाएंगे, इधर ही आएगा. बाय. ये रास्ता चलने से ये रास्ता में हम लोग का घर देखा ना, इधर में घुसा होगा. ओके बाय बाय. നമ്മൾ സാധനം എടുത്തിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. പൂച്ചേനെ നോക്കിക്കൊണ്ടിരിക്കുക അവൾ. ഇവിടുന്ന് ഇതൊക്കെ ലേബർ ക്യാമ്പാട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിൾ അവിടെ നിന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി പാക്ക് ചെയ്യാനുണ്ട്. എന്താ ആശ്ചര്യച്ച് നോക്കുന്നത്? നമ്മുടെ വഴി കണ്ടോ? ഇതാട്ടോ നമ്മുടെ വഴി. ഇതാണ് നമ്മളെ വഴി. അങ്ങോട്ട് നോക്കിക്കേ. ഇത് നോക്കിക്കോണേ. ഇങ്ങനെ റോഡ് കയറി 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 ഇതാ മോള്. ഇപ്പം നോക്കിക്കോളെ, അങ്ങ് മോളാണ് നമുക്ക് പോകാനുള്ളത്. എന്താവും അറിയില്ല. ഞങ്ങളിതിങ്ങനെ മെല്ലെ മെല്ലെ ചവിട്ടി റെസ്റ്റ് എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കയറ്റങ്ങളാണ്. അങ്ങ് എത്തണം എന്തെങ്കിലും. കയറ്റങ്ങൾ കയറി കയറി മലകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അയ്യോ, മേപ്പ് നോക്കാൻ പോലും റേഞ്ചില്ല ഇവിടെ. ഒരു സ്ഥലത്ത് റേഞ്ചില്ല കേട്ടോ. ഇവിടെ ഒന്നും എത്ര ദിവസം ഇനി റേഞ്ചില്ലാത്ത സ്ഥലത്തോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ഹായ്, നേപ്പാളിൽ പോലും ഈ ഒരു വിഷയമില്ലായിരുന്നു. അരുണാചൽ വന്നപ്പോഴാണ് ഈ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്തത്. വഴിയൊക്കെ കണ്ടോ, അടിപൊളി റോഡാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. പുതിയതായിട്ടുള്ള ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പഴയ കുറേ ബ്രിഡ്ജൊക്കെ പോയി. അതുപോലെ ഈ ഒരു സാധനമൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, മലയൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ആണിയൊക്കെ അടിച്ച് എന്തൊക്കെയോ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കയറ്റങ്ങളൊക്കെ കയറിയിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിക്കേ വഴി. അയ്യോ, എന്ത് രസമാണ് കാണാനായിട്ട്. അരുണാചലിലെ മനോഹാരിത നമ്മളിനി അനുഭവിച്ച് കൊണ്ടുപോകാൻ പോവാ കേട്ടോ. അങ്ങനെ അരുണാചലുള്ള ആദ്യത്തെ കയറ്റം, ആദ്യത്തെ മല നമ്മൾ കീഴടക്കില്ലേ. കേറി കഴിഞ്ഞ് നമ്മൾ ഒരു ചെറിയ ഇറക്കം ഇറങ്ങി. 2 ദിവസം എടുത്തു കേട്ടോ നമ്മളത് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്.
ഭയങ്കര പാടല്ലായിരുന്നോ? അയ്യോ അവസ്ഥയായിരുന്നു. ഇനി നമുക്ക് പോകാണ്ട് ഇവിടെ ഒരു ടൗൺ ഉണ്ട്, അതിൽ ടൗണിൽ പോയിട്ട് വേണം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ആൾക്കാർ പോകുന്നതൊക്കെ നമുക്ക് താമസമൊക്കെ തരും കേട്ടോ. തണുപ്പ്, നല്ല തണുത്ത കാറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടം വരെ വന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല ഇനിയിപ്പോൾ അരുണാചലിലെ കാഴ്ചകൾ വരുന്ന വീഡിയോയിലൊക്കെ ഉണ്ടാകും. ഇവിടെ ഒന്നും ഗ്രാമങ്ങളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. സംഭവം എന്താണെന്നറിയോ, നമ്മൾ നേപ്പാൾ ഒരു 10 കിലോമീറ്ററിൽ 6 കിലോമീറ്റർ പോകുമ്പോൾ ചെറിയ ചെറിയ വീടുകളും ചെറിയ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു മല കയറുമ്പോൾ. ഇവിടെ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇവിടെ ആകെ ലേബർ ക്യാമ്പുകൾ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതെ, അതുപോലെ 1-2 ഹോട്ടൽ മാത്രമേ വരുന്ന വഴിക്ക് കണ്ടിട്ടുള്ളൂ. പെട്ടിക്കട പോലും ഇല്ല, വെള്ളം കിട്ടാൻ പോലും നമുക്ക് സ്ഥലമില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വെള്ളം അടിക്കാം. ഇതൊക്കെ ഇപ്പോഴാണ് ഈ ഒഴുകി വരുന്നൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ അരുണാചൽ കാഴ്ച അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.